ആത്മീയകഥകളിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് ആത്മവികാസം എങ്ങനെ നേടാം, ആത്മാവിൻ്റെ വികാസം. അതിൻ്റെ ശുഷ്കതയാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാവർക്കും ആത്മാവുണ്ടല്ലോ അല്ലേ? ആത്മാവ് എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കാത്ത ദിവസമില്ല. പല രൂപേണ ആത്മസംതൃപ്തി, ആത്മചൈതന്യം, ആത്മസാക്ഷാത്കാരം, ആത്മനിന്ദ, പിന്നെ ഒരുപാട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ആത്മഹത്യ. അപ്പോൾ അവിടെ ഒരു ആത്മാവുണ്ട്. അപ്പോൾ നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്നതിനെപ്പറ്റി വ്യക്തത നമുക്കില്ല. ആത്മാവിൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ അത് വന്നിട്ട് എലാസ്റ്റിസിറ്റി പോലെ, റബ്ബർ പോലെ എത്രത്തോളം വലിക്കുന്നു അതിൻ്റെ ഇരട്ടിയാകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, പക്ഷേ അതിനെ വികസിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതിനെപ്പറ്റി അറിയില്ല. ഏതൊരു കാര്യത്തെപ്പറ്റി അറിയുമ്പോൾ മാത്രമേ നമ്മുടെ സർവ്വവേദനകളും മാറൂ. വേദന കേട്ടിട്ടുണ്ടാകും നമ്മളല്ലേ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം, നോളജ്. വേദാന്തം, അറിവിന് അന്തമില്ല. ന എന്ന് പറഞ്ഞാൽ നോ, ഇല്ല എന്നുള്ളതാണ്. അപ്പം വേദന എന്ന് പറഞ്ഞാൽ അറിവ് ഇല്ല. എവിടെ അറിവില്ലയോ അവിടെ വേദനയാണ്. ആ ഒരു വിഷയത്തിൽ ഇപ്പം നിങ്ങളറിയുന്ന പല കാര്യങ്ങളും അനായാസം ചെയ്യുന്നുവെങ്കിൽ അവിടെ വേദനയില്ല. പുതിയൊരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അതിനെപ്പറ്റി വേദനയുണ്ടെങ്കിൽ വ്യക്തത കിട്ടിയിട്ടില്ല. ആ അറിവ് നേടിക്കഴിഞ്ഞാലോ ആ വേദന മാറും. ശരീരത്തിന് നമുക്ക് വേദനയുണ്ട്, മനസ്സിനും വേദനയുണ്ട്. ഏറ്റവും കൂടുതൽ വേദന എന്തിനാ? മനസ്സിനാണ്, ആത്മാവിനാണ് വേദന. ആത്മാവ് വിങ്ങുകയാണെന്ന് പലരുടെയും. കാരണം ആത്മാവിനെപ്പറ്റി അറിയില്ല. ആ ഒരു അറിവിലൂടെ മാത്രമേ ഈ വേദന മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ആത്മാവിൻ്റെ പൊതുവായിട്ടുള്ള ഒരുപാട് തത്വങ്ങളിൽ ഒരു തത്വം എന്ന് പറയുന്നത് അതിൻ്റെ എലാസ്റ്റിസിറ്റി തന്നെയാണ്, വികാസം. എത്ര നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നോ അതിൻ്റെ ഡബിളാക്കി തരുന്നു. പലരുടെയും പ്രശ്നം ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത് നമുക്ക് മുന്നിലുള്ള പ്രശ്നത്തെയാണ്. ചലഞ്ചസ് എന്നാണ് പറയുക. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊന്നുമല്ല, പക്ഷേ അവനവനെ സംബന്ധിച്ചത് വലുതാണ്. നമ്മുടെ കണ്ണിലൊരു കരട് വീണാൽ അത് വലിയ തീക്ഷ്ണമായ ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല, മരിച്ചു പോകില്ല. പക്ഷേ വൈകുന്നേരം വരെ അത് എടുക്കാൻ പറ്റില്ല, അന്നത്തെ പ്രവർത്തനത്തെ എല്ലാം ബാധിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ പ്രശ്നം എന്നുള്ളത് പ്രശ്നമായിട്ട് കൊണ്ട് നടന്നാൽ അത് കൂടുന്നു. അതിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുക, ചലഞ്ച്. ചലഞ്ച് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആത്മാവ് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നമില്ല ഇന്ന് മുതൽ, പിന്നെന്താ? സാമ്പത്തിക ചലഞ്ചുണ്ട്. ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യത്തിന് ചലഞ്ചുണ്ട്. തൊഴിലിന് പ്രശ്നമില്ല, തൊഴിൽ ചലഞ്ചുണ്ട്. ഈ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പോൾ ആത്മാവിലേക്ക് എന്ത് കൊടുക്കുന്നോ അത് ഡബിളാക്കി തരുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി അത് വലുതായി കാണാൻ കാരണം ഉള്ള് ചെറുതായതുകൊണ്ടാണ്. ആത്മാവ് ചെറുതാണെങ്കിൽ പുറത്തുള്ളതെല്ലാം വലുതാവും. അപ്പം പുറത്തുള്ള നിങ്ങളുടെ ജോലി എന്നുള്ള നിങ്ങൾക്കൊരു ചലഞ്ചാണ്, വലിയൊരു കൺസെപ്റ്റാണ്. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല, അതൊരു പ്രശ്നമാണ്. സാമ്പത്തികമില്ല, അതൊരു ചലഞ്ചാണ്. ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലിമിറ്റിനപ്പുറമാണെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ആത്മാവിന് വികാസമില്ല. അത് ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആത്മാവിനെ വികസിപ്പിക്കുക. അതായത് അകം ലോകം വികസിച്ചാൽ പുറം ലോകം ചെറുതാകും. ഇന്നിപ്പം നമ്മുടെ പുറം ലോകം വലുതാണ്. നമ്മളൊരു ഇടുങ്ങി തളയ്ക്കപ്പെട്ട പോലെ ജീവിക്കാൻ കാരണം അകം ലോകം ഇടുങ്ങിയതാണ്. അതിനെ വികസിപ്പിക്കാനല്ലേ നോക്കേണ്ടത്. അതിന് ആദ്യം അറിയേണ്ടത് നമ്മളുടെ ആത്മാവിലേക്ക് നിങ്ങൾ നിരന്തരം കൊടുക്കുന്ന, എക്സ്പാൻഷനായിട്ട് കൊടുക്കുന്ന എന്തും അത് സ്വീകരിക്കപ്പെടുന്നു, വലുതാകും. ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ഫസ്റ്റ് റിയലൈസേഷനാണ്, തിരിച്ചറിയുക. റിയലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കണം. പ്യൂരിഫിക്കേഷൻ രണ്ടാമത്. 4 കാര്യങ്ങളാണ്. ഒന്ന് റിയലൈസേഷൻ, രണ്ടാമത്തത് അതിനെ പ്യൂരിഫിക്കേഷൻ, മൂന്നാമത്തത് ആ പ്യൂരിഫൈ ചെയ്തെടുത്ത സംഗതിയെ കണ്ടിന്യൂവേഷൻ, നിരന്തരം വികസിപ്പിക്കണം. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ മാത്രമേ നടപ്പിലാകൽ എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷനിലേക്ക് എത്തപ്പെടുകയുള്ളൂ. എല്ലാം നമ്മൾ നേടണം, നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ഓർഡറിൽ തന്നെ മനസ്സിലേക്ക് കൊടുത്തു പോകാൻ സാധിക്കും.
ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നമായിട്ട് നടക്കും. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ മാരകമായ മറ്റൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ വലിയ പ്രശ്നമല്ല. പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. മാരകമായ ഒരു രോഗത്തിലേക്കാണ് ഈ 4 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് അതിലേക്ക് പോകുന്നു, ഏറ്റവും വലുതിലേക്ക് പോകുന്നു. അപ്പം പ്രധാനമായിട്ടും നമ്മളിൽ പ്രസൻറ്റിൽ കറണ്ടിൽ വലിയ വിഷയമൊന്നും ഉണ്ടെങ്കിൽ പുറമേ ഉള്ളതെല്ലാം വലുതായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മാനസികമായിട്ടുള്ള മൂല്യച്യുതി അതാണ് സംഭവിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളേ ഇല്ല. ചിലത് യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനുള്ള പരിഹാരം മനസ്സിനെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ്, ആത്മാവിന് വലിപ്പം കൂട്ടുക. പലപ്പോഴും ചെറുകിട ബിസിനസ് ഒക്കെ ചെയ്ത് കഴിയുന്ന ആൾക്കാർ ആ ബിസിനസ് വികാസനത്തിന് വേണ്ടിയിട്ട് പരിഹാരം തേടി വരുമ്പോൾ ഞാൻ അവരോട് നിർദ്ദേശിക്കാറുള്ള, നിങ്ങളൊരു 10-20 ദിവസം ലോൺ എടുത്താണേലും കുറേ പൈസ ഉണ്ടാക്കുക, രാജ്യം വിടാൻ പറയും, നമ്മുടെ നാട് വിട്. ഒരു 10-20 ദിവസം വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി കറങ്ങിയൊക്കെ വാ. അപ്പം വിദേശ രാജ്യങ്ങളിൽ 10 ദിവസമൊക്കെ കറങ്ങിയിട്ട് വരുമ്പോൾ റിച്ച്നെസ്സാണ് എല്ലാം അവരുടെ കണ്ണിലൂടെ കാണുന്നതും കേൾക്കുന്നതും ചെലവഴിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം റിച്ച്നെസ്സാണ്, വലിപ്പം, വികാസം. അത് കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അകൽ ലോകം അങ്ങ് വലുതാകും. വീണ്ടും ഒരു തിരിച്ച് 1 മാസം കഴിഞ്ഞ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പം ഒന്നും അല്ല. മുമ്പ് ഏറ്റവും വലിയ ദുസ്സഹമായിരുന്നു. ഓരോ ദിവസവും കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. കടം, വില, ഇത് പ്രശ്നങ്ങൾ തന്നെ തലക്കൂമ്പാരത്തിൽ ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. തിരികെ വന്നപ്പം അകം ലോകം അങ്ങ് വികസിച്ചപ്പം ഇപ്പോൾ പണ്ട് വലുതായിരുന്നെല്ലാം ചെറുതായി. അപ്പോൾ അതിന് മനസ്സിനെ വികസിപ്പിക്കാൻ എന്ത് വേണം? ഒരുപാട് യാത്രകൾ ചെയ്തിരിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ വായിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് വേണം? മനസ്സുകൊണ്ട് ട്രാവൽ ചെയ്യുക, ജീവചരിത്രങ്ങൾ വായിക്കുക, ഒരുപാട് വലുപ്പത്തിലേക്ക് എത്തിയവരുടെ കഥകൾ എക്സ്പീരിയൻസ് ചെയ്യുക. പറ്റിയാൽ നേരിട്ട് പോയി പല സ്ഥലങ്ങളും കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ് എന്നാണ് പറയുന്നത്. ആത്മാവിന് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ മാത്രമേ എക്സ്പെർട്ട് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ വരവേക്കണ്ടേ. പലപ്പോഴും ആത്മകഥകളൊക്കെ വായിക്കാം നമുക്ക്. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഏത് കുഗ്രാമത്തിലിരുന്നാലും മനസ്സിന് വികാസം പ്രാപിക്കാനുള്ള ഒരു മീഡിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലുണ്ട്. അതിനകത്ത് ചിത്രരൂപേണ അല്ലെങ്കിൽ ഏത് സ്ഥലത്തെപ്പറ്റി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്തെ ജീവിത സാഹചര്യത്തെപ്പറ്റി ഉയരത്തിലെത്തിയ വ്യക്തികളെപ്പറ്റിയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മവികാസം പ്രാപിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിഷ്പ്രയാസമാണ്. പണ്ട് അങ്ങനല്ല. ഇച്ഛാശക്തി കൊണ്ട് ഇറങ്ങിത്തിരിഞ്ഞ് യാത്രകൾക്ക് പോലും ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടത്തിൽ ഓരോരുത്തരും ആ മനസ്സിൻ്റെ വലിപ്പം, നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ നയിച്ചവരായിക്കോട്ടെ, അവരുടെ അകം ലോകത്തിൻ്റെ വികാസമാണ് പിന്നീട് പുറം ലോകത്തെ സൃഷ്ടിച്ചത്. ഇന്നിപ്പം ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ആത്മാവ് നമുക്കുണ്ടായിട്ട് അതിനെ ശുഷ്കമാക്കി കളയുകയല്ല ചെയ്യാം. മറ്റേതൊക്കെയോ ലോകത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് അതിനെ ഇടുക്കി കളയുകയാണ് ചെയ്യുക. അപ്പോൾ സ്വന്തമായിട്ട് നമുക്കുള്ള ഏത് കാര്യത്തിനും കുറച്ചൊരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കുക, അതിലൂടെ റൈറ്റ് നോളജ് നേടുക, ദെൻ ആക്ഷൻ. ഈ ഒരു പ്രവൃത്തിയിലൂടെ ആത്മവികാസത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഏത് പ്രതിസന്ധിയും നിങ്ങളുടെ കരങ്ങളിൽ തന്നെ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെയാണ് ആത്മീയപാത നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ആത്മീയ കഥകളിൽ ഈ ഒരു വിഷയം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.